മുടി വെട്ടാൻ വേണ്ടി സാറ് എനിക്ക് ഇത് തന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കള്ളനോട്ടായതുകൊണ്ട് മുടി വെട്ടാൻ പറ്റിയില്ല. അമ്പലത്തിൽ പോയിട്ട് തൊഴാനൊന്നും കരുതിയിരുന്നു. ആശാന്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 4-5 വർഷമായി. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ 500 രൂപ തന്നിരുന്നു. 500 രൂപ തന്നിട്ട് ഞാൻ റീചാർജ് ചെയ്യാൻ പോയിട്ട് അവർ സമ്മതിക്കണില്ല. പിന്നെ എനിക്ക് സംശയം ആശാൻ കള്ളനോട്ടാണോ തന്നതെന്നാണ്. ഒരു പിടിയും കിട്ടില്ല എനിക്ക്. കുറേ നാളുകൾ ഒരു 4000 രൂപ കിട്ടിയതാ. സാധാരണ ഞാൻ റീചാർജ് ചെയ്യുക ലൈനായിട്ട് സംസാരിക്കാനായിരുന്നു. ഇന്നിപ്പോൾ അവൾ പിണങ്ങി. അവളെങ്ങനെ പോയി ആശാനെ ഞാൻ തട്ടും, ഉറപ്പാ. നിന്നോടാ ചോദിക്കണേ. മതി, ഞങ്ങളൊരു കാര്യം പറയട്ടെ. അതല്ല, കുറെ കള്ളനോട്ടും കൂടി ഞങ്ങൾക്ക് കൊടുത്തു തന്നിട്ട് കൊട്ടേഷൻ നീ പൈസ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ തലയിൽ വന്ന് പറ്റിട്ടാണ് അത്. മനസ്സിലാവില്ല. രാവിലെ മുതൽ ഞങ്ങള് ഈ 1000 രൂപയും കൊണ്ടിട്ട് ഒരു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പല സ്ഥലത്തായി പോയി അന്വേഷിക്കണു. മോലേടാ പണിയാണോടാ. കേൾക്കാൻ പറ്റുള്ളൂ. പാൻ കാർഡ് ഉണ്ടാവും. ഫുള്ള് പൈസ അതായത് ഇതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് തരാം. നിരോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറിയല്ല, നിർത്തലാക്കിയത് 500ന്റെയും 1000 നോട്ട് നിർത്തലാക്കി. അതുകൊണ്ടാണ് ഞാൻ എന്നെ മുതലാളിമാരെ ഇന്നലെ വന്ന് ഞാൻ എന്റെ ഞാൻ എന്റെ പായല് അടിയില് 100ന്റെയും 500ന്റെയും 1000 കെട്ടി വെച്ചിട്ട് ആളായിരുന്നു. പായലടിയിൽ അത്രയും അങ്ങനെ ആളായിരുന്നു. ആ അന്യാണ് ഇന്ന് അവൻ ഈ അവസ്ഥയിലേക്ക്. നമ്മുടെ പായലടിയിൽ പാമ്പാ വരാറ്. ഇവിടെ ഒന്നും നടക്കാറില്ല കാര്യങ്ങള്. മുതലാളിക്ക് ഒരു കാര്യം അറിയും, എന്റെ കൂടെ 2-3 ഉണ്ട്. ഒക്കത്തിന് ഞാൻ ഇതുവരെ ഒരു 10 പൈസ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് കുറച്ച് പൈസ കൊടുക്കാന്ന് പറയുമ്പോ നിങ്ങൾ തന്ന പൈസ കൊടുത്തപ്പോ ഒക്കത്തിന് ഇപ്പൊ എന്നാ സംശയം, ഞാൻ കള്ളനോട്ട് കൊടുത്തു. മുതലാളി പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളീ നിങ്ങളൊക്കെ ഒരുപോലെ പ്രശ്നത്തിലാക്കിയിട്ടുള്ള ആളാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പണി കൊടുക്കാൻ നമുക്ക് എന്തായാലും കൊടുക്കാൻ പണി. നമ്മുടെ ഫോട്ടോ ഉണ്ടോ അങ്ങനെ ഇന്നലെ തന്നിട്ടുണ്ടല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. എന്നെയും നിങ്ങളെയും എല്ലാവരും പട്ടിണിയിലാക്കിയത് ഈ അവസ്ഥയിലാക്കി അവനാ. അത് ശരി, അവനെ പണിയണം. ഫോട്ടോ കാണിച്ചു കൊടുക്കടാ. ആ കുണ്ടല്ലേ കൊടുക്കേ. ഇയാളെ